Good afternoon, all. Good afternoon. Good afternoon. मैं परिचय ആർക്കെങ്കിലും ഇല്ല. എന്റെ പേര് സോളി. SOLY. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എക്സാമിന്റെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾ എല്ലാവരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റുകളുള്ളവരെ തന്നെയാണ്. അപ്പോ എന്റെ ലാംഗ്വേജ് ഒക്കെ ചിലപ്പോ ചിലർക്കൊക്കെ സ്പീഡൊക്കെ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഒന്ന് നമുക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി പറയണമെന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഓക്കെ, പൊതുവെ നമ്മള് ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലാസ്റ്റ് ടൈമിൽ അൺമ്യൂട്ട് തരാറുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്ത് വഴിയും ചോദിക്കാം. ക്ലാസ് എടുത്ത് പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജുകളൊക്കെ അയക്കാം. പൊതുവെ ക്ലാസ് എടുത്ത് പോകുന്നതിനൊപ്പം തന്നെ ക്ലിയർ ആണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഓരോ ഭാഗം കഴിയുമ്പോഴും. അപ്പൊ ഇവൻ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് അല്ലെ, കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ ഒന്നിച്ച് മൂവ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഉണ്ടാവില്ലേ? റെസ്പോണ്ട് ചെയ്യില്ലേ? ഓക്കെ, നമുക്ക് കഴിക്കാം. പ്രത്യേകിച്ച് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള പ്രശ്നം, ഞങ്ങൾക്ക് തമ്പിടുന്നത് കാണാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മളെ സ്ക്രീനില് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ വളരെ കുറച്ച് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാനായിരിക്കും എളുപ്പം. കാരണം മെസ്സേജിലൂടെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ തമ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ പരമാവധി മനസ്സിലായി ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാമോ അതൊക്കെ ചോദിക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാവരും തന്നെ ഓരോ ക്ലാസ്സുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ. ഫസ്റ്റ് ചാപ്റ്റർ അവിടെ കിടക്കുകയാണ് അല്ലേ? അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ? എടുത്തോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും പരിചയപ്പെടുന്നില്ല, ഒന്നിച്ചൊന്നും പരിചയപ്പെടാൻ പറ്റൂല. നിങ്ങളുടെ പേരുകളൊക്കെ നമ്മുടെ മെസ്സേജിലൂടെയൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, എന്റെ പേര് നോട്ട് ചെയ്തത്. എന്റെ പേര് സോളി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ സ്പീഡാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു പോവാം. കാരണം നമ്മള് മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ലെങ്തി ചാപ്റ്റർ ഒക്കെ വരുമ്പോൾ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സ്ലോയിൽ പോകണമെന്നൊക്കെ ആവശ്യപ്പെടാം കേട്ടോ. അതിലൊന്നും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മള് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ വിവരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്നതാണ് ഒരു HR മാനേജറിന് അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഹ്യൂമന്റെ മനുഷ്യ വിഭവശേഷിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, മാനേജ് ചെയ്യുക. അത് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു വലിയ വലിയ ഓർഗനൈസേഷനിലാണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫോം ചെയ്യുന്നത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല മാക്സിമം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെ അല്ലെ, ആ വിധത്തിലേക്ക് ആക്കിയെടുക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള എയിം. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് അസറ്റ്സുകൾ ഉണ്ട് അല്ലെ. മെഷീനറി ഉണ്ടാവാം, നല്ല ഇൻവെസ്റ്റ്മെന്റ്, നല്ല ക്യാപിറ്റൽ അല്ലെ, ഫണ്ട് ഇറക്കിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനോടൊപ്പം തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അസറ്റ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം എത്രത്തോളം ഫണ്ട് ഇറക്കാനും മെഷീനറി ഒക്കെ അവിടെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ അല്ലെ അതിനെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിലും
സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആ റിസൾട്ട് അത് അറ്റൈൻ ചെയ്തെടുക്കണമെങ്കിൽ മാക്സിമം എഫേർട്ടോട് കൂടിയിട്ടുള്ള ഹ്യൂമന്റെ എഫേർട്ട് അല്ലെ, അവിടെയുള്ള ആ ഹ്യൂമൻ റിസോഴ്സിന്റെ എഫേർട്ട് അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ, ആവശ്യമായിട്ട് വരില്ലേ. നമ്മൾ എത്രത്തോളം ഫണ്ട് അല്ലെങ്കിൽ വലിയ വലിയ മെഷീൻ കൊണ്ടത് നമ്മൾ സ്ഥാപിച്ച് ഇംപ്ലിമെന്റ് ചെയ്താലും തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിന്റെ തന്ത്രപരമായ കാര്യങ്ങളെല്ലാം നീക്കം ചെയ്തത് ആരായിരിക്കും? അവിടുത്തെ ഹ്യൂമന്റെ എഫേർട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഹ്യൂമൻ റിസോഴ്സ് അത് എത്രത്തോളം നന്നായിട്ട് കൈകാര്യം ചെയ്യുക, അതാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോ അതിന് മീനിങ് എന്താണെന്ന് നോക്കാം. Meaning, human resource management meaning can be defined as the planning, organizing, directing, controlling. Controlling compensation, development, integration, maintenance, etc. of the human resource in order to achieve organizational, social, and individual objectives. ഓക്കെ, നമുക്കറിയാം ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും അതിനൊരു ലക്ഷ്യമുണ്ടാവും അല്ലെ. ചിലപ്പോൾ ഹോസ്പിറ്റൽ പോലെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോലെയുള്ള അല്ലെ ആ തരത്തിലുള്ള പ്രോഫിറ്റബിൾ ആക്കിയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും. ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുകയും അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെയായിരിക്കും അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ മാക്സിമം പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ അത്തരത്തില് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഹ്യൂമൻ റിസോഴ്സസിലും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യാൻ പോകുന്നവർക്ക് എന്തെങ്കിലും എയിം ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു എയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലര് സാലറി അല്ലെങ്കിൽ ചിലര് എന്താ സമൂഹത്തിൽ ഒരു നല്ല പേര് കേട്ട ഒരു ജോലി അല്ലെ, അങ്ങനെ പല പല എയിം വെച്ചുകൊണ്ടാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഏതൊരു ഹ്യൂമനും തയ്യാറാവുന്നത്. സോ ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെർമിഷനൊക്കെ വേണ്ടി വരും അല്ലെ. ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ കിട്ടാതെ ആ സ്ഥാപനത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ചെറിയ റൂം പോലും നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു പെർമിഷൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോഴും അവിടെ ആ സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും അവിടെ ആ പെർമിഷനൊക്കെ ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ സമൂഹത്തിനും ഇൻഡിവിജ്വലിനും ഓർഗനൈസേഷനൊക്കെ അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഓരോ ഓർഗനൈസേഷൻ ആണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ഇൻഡിവിജ്വലിനാണെങ്കിലും ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം വ്യക്തികൾ കൂട്ടായിട്ടാണ് അല്ലെ നമ്മള് ഒരു വലിയ വലിയ കമ്പനികളാണെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. തീർച്ചയായിട്ടും അത്രത്തോളമുള്ള ആ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല എഫക്റ്റീവായ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെ ആവശ്യമാണ്? അവിടെ അതിനനുസരിച്ചിട്ടുള്ള ആസൂത്രണം അല്ലെ, പ്ലാനിങ്ങും ഓർഗനൈസേഷൻ അത് സംഘടിപ്പിക്കലും അതിനനുസരിച്ചുള്ള ഒരു ഡയറക്ഷനും കൺട്രോളിങ്ങും ഇതെല്ലാം തന്നെ അല്ലെ. കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ് അതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ആവശ്യമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു അവരവരുടെ കഴിവുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ കൂട്ടി ഇണക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോളിങ് ചെയ്തത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഒന്നുകൂടി പറയാം, അതായത് എവിടെയും ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകതയുണ്ട് അല്ലെ. ഏതൊരു സ്ഥാപനം വിജയത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകത അവിടെയുണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ട് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷൻ സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഓരോ അല്ലെ അവിടെയുള്ള ആ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യണം അല്ലെ. ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് പേഴ്സൺസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. വ്യത്യസ്ത കാറ്റഗറികളിലായിരിക്കും അവര് പോസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരു വലിയ വലിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ ഒരു ഹോസ്പിറ്റല് അല്ലെ. നമ്മളെപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വീക്കിലി അല്ലെ എപ്പോഴെങ്കിലും അവിടെ എത്തിപ്പെടാറുണ്ട്. നമുക്കറിയാം ഒരുപാട് ഹ്യൂമൻ ബീയിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, അതേമാതിരി തന്നെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട് അല്ലെ. ഓക്കെ, ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇല്ലേ? ഇല്ലേ? ശരിയല്ലേ? അപ്പോ ഇത്തരത്തിലുള്ള ഈ വർക്കേഴ്സിനെയൊക്കെ നമ്മൾക്ക് അറിയാം കറക്റ്റായ രീതിയിൽ അത് കൈകാര്യം ചെയ്യും അല്ലെ. അവരൊക്കെ നല്ല രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിയമനങ്ങളൊക്കെ നടത്തി അവരെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ ഒക്കെ നടത്തി എവിടെയെങ്കിലും അവർ തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് then അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ അല്ലെ അവരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ല കോമ്പൻസേഷനുകളൊക്കെ കൊടുത്തി then അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അല്ലെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അതിന് മതിയായിട്ടുള്ള ട്രെയിനിങ് അല്ലെ അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. then അങ്ങനെ അവരുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്ത് അത് പരിപാലിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആ ഒരു മീനിങ്ങിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിംഗ്, organizing, directing, controlling, compensation, development, integration, maintenance, etc. of the human resource in order to achieve organizational, social, and individual objectives. Clear ആയോ? എന്താണ് ഐഡിയ എന്നുള്ളത്? ഓക്കെ ആണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഹൈലൈറ്റ് ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മൾ നോട്ട് ചെയ്ത് പോകും. ഓക്കെ, അത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് അല്ലെ മാനേജ് ചെയ്യുക, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഓരോ ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടല്ലേ അത് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം എത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കണേന്ന് അല്ലെ. അപ്പൊ അത് നേരത്തെ കൂട്ടി തന്നെ അത് എന്താണ് പ്ലാൻ ചെയ്യും. ഏത് രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജോലിയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുന്നു അല്ലെ. ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുന്നു അല്ലെ. ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ആസൂത്രണം ആവശ്യമാണ്. വേണ്ടിവരില്ലേ? നല്ലൊരു പ്ലാനിങ് അതിന് ആവശ്യമില്ലേ? ഏത് ജോലിയാണോ ആ ജോലിക്ക് ഇത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് കണ്ടെത്തേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അവിടെ ആവശ്യമാണ്. ഇങ്ങനെ ആസൂത്രണം ചെയ്തതുകൊണ്ട് മാത്രമല്ല നമുക്കറിയാം അതെല്ലാം തന്നെ അല്ലെ അവരെ എന്താണ് റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ട് ചെയ്ത് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലേസ്മെന്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ അവരെ പ്ലേസ്മെന്റ് ചെയ്തത്. അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് അല്ലെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ അല്ലെ ആ ഒരു ട്രെയിനിങ് പീരിയഡിന് ശേഷമായിരിക്കും അവർ ഓക്കെ ആണെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ അതിനെ സംഘടിപ്പിക്കുന്നുണ്ടാവും അല്ലെ. എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചതിന് ശേഷമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതിനൊക്കെ എന്താവശ്യമാണ്? ഒരു ഡയറക്ഷൻ ആവശ്യമാണ് അല്ലെ. ഒരു നല്ല രീതിയിലുള്ള ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ രീതിയിലെല്ലാം എംപ്ലോയീസിനൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവരിങ്ങനെ ഈ രീതിയിൽ ഡയറക്റ്റ് ചെയ്തതിനു ശേഷം അവരെ ജോലിയിലൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് അവരെ ഒന്ന് നോക്കും അല്ലെ, എവാലുവേറ്റ് ചെയ്യും. എവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ നടപടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കറക്ഷൻ ഒക്കെ നടത്തി അവരെ കൺട്രോൾ ചെയ്തു. നമുക്കറിയാം കൺട്രോളിംഗ് ഒക്കെ കഴിയുമ്പോഴും അവർ നല്ല മാക്സിമം അഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവർ ചിലപ്പോൾ ആണെങ്കിൽ സാലറി കൂട്ടി കൊടുക്കും, മറ്റേതെങ്കിലും അല്ലെ അലവൻസുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും അല്ലെ. അപ്പൊ അവരെ മാക്സിമം ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ആ സ്ഥാപനത്തിനോട് നല്ലൊരു അല്ലെ പ്രത്യേക രീതിയിലുള്ള അടുപ്പത്തോട് കൂടിയിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ ഇൻ കേസ് പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്കില്ല് നോളജ് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ് നടത്തേണ്ടതായിട്ട് വരും. ദെൻ ഇതെല്ലാം തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ എല്ലാ തരത്തിലുള്ള ജോലികളുടെയും കൂടി കൂട്ടിയോജിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ഒരു പ്രൊഡക്ഷൻ എത്തണമെങ്കിൽ മുമ്പ് തന്നെ അതിന്റെ റോ മെറ്റീരിയൽസും അല്ലെ അവിടെ പിന്നെ ഗുഡ്സിലേക്ക് അല്ലെ അതൊക്കെ കളക്ട് ചെയ്ത് ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയതിനു ശേഷം പാക്കേജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ നമുക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് പബ്ലിക്കിന്റെ ഇടയിൽ അതിന് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇൻട്രൊഡക്ഷൻ മീനിങ് നമുക്ക് അതിന്റെ കൺസെപ്റ്റിലേക്ക് നോക്കാം. കൺസെപ്റ്റ് ഓഫ് HRM.
ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അല്ലെ ഒരുപാട് ഇതായിട്ട് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ടതില്ല. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. ഓപ്പൺ ടെസ്റ്റിനൊക്കെ നിങ്ങൾ അത്യാവശ്യം 1-2 ക്ലാസ് ഒക്കെ എല്ലാ ടീച്ചേഴ്സിന്റെ മറ്റു ടീച്ചേഴ്സിന്റെ അത്യാവശ്യം ഏകദേശം ഇത് എങ്ങനെയാണ് വന്നീന്നൊക്കെ അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുള്ളൂ. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ എന്തായാലും നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്യാൻ പറയാം. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ശബ്ദങ്ങളൊന്നും ഇല്ല. കാരണം നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു അല്ലെ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണും എന്താണ് പ്ലാനിങ് ഡയറക്റ്റ്. ഇതെല്ലാം ഒരു ഒറ്റ ഒരു ലൈനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്നുള്ളത്. The scope of HRM is a very wide personal aspect. This is concerned with the manpower planning, recruitment, selection, placement, transfer, promotion, training, and development, life and retrenchment, remuneration, incentives, productivity, etc. Okay, ഇതൊന്നും അല്ലെ ഇത് ഓരോരോ ജസ്റ്റ് പോയിന്റ്സുകളാണ്. പക്ഷെ ഇതൊക്കെ വലിയ വൈഡായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നതാണ്. ധാരം HRM കോഴ്സ് കഴിയുമ്പോഴേക്കും ഇതിന്റെയൊക്കെ അല്ലെ മോർ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിച്ചു പോകും. ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് എല്ലാത്തിനെയും ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കുന്നേ ഉള്ളൂ. അതായത് ഓരോന്നും വേണ്ടി ഈ ടേംസുകളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു അല്ലെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് എന്ത് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പേഴ്സണൽ ആസ്പെക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ മാൻ പവർ അല്ലെ നമ്മൾ കണ്ടു. മനുഷ്യ വിഭവശേഷിയെ പ്ലാൻ ചെയ്യുക അല്ലെ, അത് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്യുക. ഈ ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജോലിക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടെത്തേണ്ടതായിട്ട് വരുമ്പോൾ നമുക്കറിയാം ആപ്ലിക്കേഷൻസ് സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ കുറെ അല്ലെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടാണ് അതിൽ നിന്ന് നല്ലതിനെ സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു ഓർഗനൈസേഷൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്. സെലക്ഷൻ എങ്ങനെയാ നടത്തുക? ഒരുപാട് ആപ്ലിക്കേഷൻസ് ആദ്യം സ്വീകരിക്കും. അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ്ലി അല്ലെ നല്ലത് ഏതാന്ന് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. അവരങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തും അല്ലെ. എങ്ങനെയല്ലേ നടത്താറ്? ആണോ? ആ ടേംസുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് അല്ലേ അത്. ഓക്കെ, അപ്പൊ ആ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനുള്ള നടപടികളാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അല്ലെ അതില് പഠിച്ചു പോകുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ നമുക്കറിയാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് നല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നു. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് ഈ വ്യക്തികളെ ജോലിക്ക് പ്ലേസ്മെന്റ് നടത്തുന്നത്. പിന്നെ അതേമാതിരി അല്ലേ നമുക്കൊരു വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ വിവിധ ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരേ സെയിം ജോലിയുള്ള പേഴ്സൺസിനെ വേണമെങ്കിലും വ്യത്യസ്ത ബ്രാഞ്ചുകളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫറിങ് എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ നടപ്പാക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ മേൽത്തട്ടില് എന്തെങ്കിലും റിട്ടയർമെന്റ് ഒക്കെ അല്ലെ അവധികളൊക്കെ വരുമ്പോൾ റിട്ടയർമെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് പോകുമ്പോൾ അല്ലെങ്കിൽ സെൽഫറി അല്ലെ എന്തെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ നടത്തി പോകുന്ന അവസരത്തിലുമെല്ലാം എന്താണ് അവിടെ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പൊതുവെ ഏതൊരു ഓർഗനൈസേഷൻ ശ്രമിക്കുന്നതും ആദ്യം തന്നെ നിലവിലുള്ള ആ സ്ഥാപനത്തില് എന്തെങ്കിലും അല്ലെ അവിടെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അതിനുശേഷമാണ് അവര് റിക്രൂട്ട്മെന്റ് ആ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുകയുള്ളൂ. തീർച്ചയായിട്ടും മോസ്റ്റ്ലി മിക്കവാറും സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. കാരണം മേൽത്തട്ടിൽ എന്തെങ്കിലുമൊക്കെ വേക്കൻസി വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെയാണ് അതിലേക്ക് ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയല്ലേ? പ്രൊമോഷൻ കൊടുത്ത് അവർക്ക് ഇത് കൊടുക്കാറില്ലേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനേക്ക്? ഇതൊക്കെ നിങ്ങൾ അറിയാവുന്ന ഇതുകൾ തന്നെയാണ്, പദങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് ട്രാൻസ്ഫറിനും പ്രൊമോഷനൊക്കെ ഉള്ളത് അല്ലേ? പ്രൊമോഷൻ അങ്ങനെയല്ലേ നടപ്പാക്കാറ്? ഗവൺമെന്റ് പ്രൊമോഷൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കറിയാം ഇത്രയും നാള് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്വാളിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ തരത്തിലുള്ള വേക്കൻസികൾ വരുമ്പോൾ അതിലേക്കൊക്കെ പ്രൊമോഷൻ നടക്കും അല്ലെ. ദെൻ നമുക്കറിയാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് അവിടെ വരുന്ന ഹ്യൂമൻ റിസോഴ്സസിന് എന്തെങ്കിലുമൊക്കെ അല്ലെ കൃത്യമായിട്ടുള്ള നോളജ് കുറവുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് ആ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട് പുതിയ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ. അല്ലാതെയും ചില പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെ പുതിയ പുതിയ എന്തെങ്കിലും സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിക്കുമ്പോൾ അവർക്ക് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കും. അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും.
ലേ ഓഫ് ആൻഡ് റിട്രെൻച്ച്മെന്റ് എന്ന് പറയുന്നത് ആ ടേംസ് കേട്ടിട്ടുണ്ടോ? ഇതുവരെയൊക്കെ നിങ്ങൾ കേട്ടേക്കണ പദങ്ങളായിരിക്കും അല്ലെ. പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇതൊക്കെ ഉള്ളത്. ലേ ഓഫും റിട്രെൻച്ച്മെന്റും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പഠിക്കാനൊന്നുമില്ല. നമുക്ക് വലിയ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ വൈഡായിട്ട് ഓരോ ചാപ്റ്ററിലും പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ലേ ഓഫും റിട്രെൻച്ച്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ തൊഴിലാളികളെ തൊഴിലുടമയ്ക്ക് ചിലപ്പോഴൊക്കെ അവിടെ സീസൺ ഓഫ് ഇതൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പിരിച്ചു വിടേണ്ടി വരും. അപ്പൊ നമുക്കറിയാം ഒരു റെയിനി സീസണൊക്കെ ആവുമ്പോൾ കുളനില മണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അല്ലെ, അത് സീസണലായിട്ടുള്ള ടൈമുകളിൽ മാത്രം ആ എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വേണമെങ്കിലും ആ ഒരു 1 ഇയറിലോ ഒരു 6 മന്ത് അവർക്ക് പിരിച്ചു വിടേണ്ടതായിട്ട് വരും. കാരണം അവരെ അല്ലെങ്കിൽ വെറുതെ ഇരുത്തി അവർക്ക് കൂലി കൊടുക്കാനുള്ള നിർവാഹം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ് തൊഴിലുടമ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു നിശ്ചിത കോമ്പൻസേഷൻ ഒക്കെ ലഭ്യമാക്കി കൊടുത്തതിന് ശേഷമാണ് പിരിച്ചുവിടാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ തൊഴിലാളികൾ സംഘടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ബാധ്യത ചെയ്യാനൊക്കെ വരും. ഓക്കെ, റിട്രെൻച്ച്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ തൊഴിലുടമയ്ക്ക് അധികമായിട്ട് തൊഴിലാളികളെ തോന്നുകയാണെങ്കിൽ, അതായത് കമ്പനിക്ക് അധികം നഷ്ടം സംഭവിക്കേണ്ടതില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടും അല്ലെ. ഒരു ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ ഒരു 3 അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒന്നുമില്ല, ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഉള്ളൂ എന്ന് കണ്ടെത്തുകയാണ്. അപ്പൊ 2 പേരെ വേണ്ട അല്ലെ, അവർക്ക് കൊടുക്കേണ്ട ചെലവ് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ തൊഴിലുടമ പിരിച്ചുവിടും. തീർച്ചയായിട്ടും ഇങ്ങനെ തൊഴിലാളികളെ അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ റയറായിട്ട് പിരിച്ചുവിടുമ്പോൾ അവര് എന്താണ് തൊഴിലിൽ നിന്ന് വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കും ഒരു കോമ്പൻസേഷൻ ഒക്കെ അവർ ആവശ്യപ്പെടും. ഓക്കെ, അപ്പൊ റിട്രെൻച്ച്മെന്റ് ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് നടപടികളിലേക്ക് ചില പേഴ്സൺസ് ഒക്കെ കാൻഡിഡേറ്റ്സ് ഒക്കെ തയ്യാറാവുന്നത്. വെറുതെ ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെയൊന്നും അവര് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനൊന്നും തയ്യാറാവില്ല. സോ റിട്രെൻച്ച്മെന്റ് ബെനഫിറ്റ് ഒക്കെ തീർച്ചയായിട്ടും അവിടെ ചില മിക്കവാറും കമ്പനികളൊക്കെ നേരത്തെ കൂട്ടി ഓഫർ ചെയ്യും. അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കുള്ള തൊഴിലാളികൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ ആയിട്ട് തയ്യാറാവുന്നത്. ഓക്കെ, അതേമാത്രം തന്നെ റെമ്യൂണറേഷൻ അല്ലെ, അവിടെ തീർച്ചയായിട്ടും തൊഴിലുടമ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അല്ലെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള സാലറി അല്ലെ അത് കിട്ടണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവരായിരിക്കും ഏതൊരു എംപ്ലോയും. ആ ഒരു റെമ്യൂണറേഷനെ കുറിച്ചിട്ടുള്ളതാണ് അവിടെ പറയുന്നത്. ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ സാലറിക്ക് അധികം അല്ലെ മറ്റേതെങ്കിലൊക്കെ തരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാവുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻസെന്റീവ്സുകളൊക്കെ തീർച്ചയായിട്ടും തൊഴിലാളികൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. തൊഴിലുടമകൾ ചിലപ്പോൾ അവരുടെ ആഗ്രഹം തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ അല്ലെ നന്നായിട്ട് മാക്സിമം സിൻസിയറോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഉത്പാദനക്ഷമത അല്ലെ പ്രൊഡക്ടിവിറ്റി അവര് നല്ല മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്തിലുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുണ്ട്. HRM എന്ന് പറയുന്നത് അപ്പോ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് അതിനുള്ളത് അല്ലെ. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള വ്യാപ്തിയാണ് അതിനുള്ളത്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ വളരെ അല്ലെ നല്ല രീതിയിൽ പഠിച്ച് അവർക്ക് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവർ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ മാക്സിമം സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള HRM ഡിപ്പാർട്ട്മെന്റിനൊക്കെ ഇത്തരത്തില് അല്ലെ ആ ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചിട്ടുള്ള അവിടെയുള്ള ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലെ അത് അവർക്ക് ട്രെയിനിങ് വേണോ അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതുണ്ടോ, റിക്രൂട്ട്മെന്റ് എന്തെങ്കിലും വേക്കൻസികൾ വരികയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വലിയ വലിയ കമ്പനി ആവുമ്പോൾ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള പേഴ്സൺസിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് HRM മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പ് ഇല്ലേ അതിന്റെ വ്യാപ്തി ചെറുതാണോ? അപ്പൊ നോക്കുമ്പോ സാലറി കൊടുക്കുക അല്ലെ അത്രയും മാത്രം അല്ല, അതില് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ച് അല്ലെ അവര് നന്നായിട്ട് നിർത്തിയാൽ മാത്രമാണ് ആ കമ്പനിയിൽ ചിലപ്പോൾ അവര് നിലനിന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഒരുപാട് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അവര് അടുത്ത കമ്പനിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ HRM എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പാണ് അതിനുള്ളത്. അത് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, it is designed to maximum employee performance in service of an employer's strategic objectives. ഓക്കെ, അപ്പൊ ഇത് ഡിസൈൻ ചെയ്യുന്നത് അല്ലെ തൊഴിലുടമയുടെ
ആ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അത് മാക്സിമം ആയിട്ട് അല്ലെ അവിടെ നേടാൻ വേണ്ടിയിട്ട് അവിടെ തൊഴിലാളികളെ കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു HRM മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അതായത് തൊഴിലുടമ എന്താണോ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം അത് തന്ത്രപരമായ രീതിയിൽ തൊഴിലാളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ അവരെ കൊണ്ട് മാക്സിമം അഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് തൊഴിലുടമയുടെ ആ ആഗ്രഹം സാധിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും HRM മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ ആണോ അപ്പൊ നമ്മളിവിടെ വൈഡ് ആസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വൈഡ് ആസ്പെക്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവാം? എന്തുകൊണ്ടാണ് അതിനെ വൈഡ് ആസ്പെക്ട് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അതിനെ അല്ലെ വൈഡ് ആസ്പെക്ട് എന്ന് പറയാൻ കാരണം അത് അത്രയും വിശാലമാണ്. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ഉണ്ട് അല്ലെ. അതായത് ഈ പറഞ്ഞ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് എല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് അതിനെ വൈഡ് ആസ്പെക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളതൊന്നും ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് HRMനെ വൈഡ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്? എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവാം അല്ലെ? പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആവാം. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ? ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ, എനിക്ക് കാണാനെളുപ്പം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ കണ്ടു, ഇത് വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാന്ന് കണ്ടു. ഇനി ദ സ്കോപ്പ് ഓഫ് HRM ഈസ് വെരി വൈഡ് പറഞ്ഞു, പേഴ്സണൽ ആസ്പെക്ട് പറഞ്ഞു. ഇനി വീണ്ടും നമുക്ക് അതിന്റെ മോഡൽസ് ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാന്ന് പറഞ്ഞു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മോഡൽസ് ഓഫ് HRM, വിവിധ മോഡലുകൾ ഉണ്ട്. അപ്പൊ HRM എന്ന് പറയുന്ന മാനേജ്മെന്റ് എന്താന്നുള്ളതിന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി അല്ലെ. അത് ഹ്യൂമൻ റിസോഴ്സ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റ് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ്. കാരണം അവരെ നല്ല രീതിയിൽ ആക്ടിവിറ്റി ചെയ്തില്ല എങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ, പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് അല്ലെ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട HRM മാനേജ്മെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. സോ നോക്കാം മോഡൽസ് ഓഫ് HRM. വ്യത്യസ്ത രീതിയിലുള്ള മോഡലുകൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഫോംബ്രൺ മോഡൽ ഉണ്ട്, പിന്നെ ഹാർവാർഡ് മോഡൽ ഉണ്ട്, ഗസ്റ്റ് മോഡൽ ഉണ്ട്, വാർവിക് മോഡൽ ഉണ്ട്. അങ്ങനെ 4 മോഡലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോ ഇങ്ങനെ മോഡലുകൾ വെച്ച് നോക്കുമ്പോഴും ഇവിടെ ഇനിയിപ്പോ മോഡൽ പെടാത്ത മോഡൽ ഏതെങ്കിലുമൊക്കെയെന്നും പറഞ്ഞുകൊണ്ട് ഓടുമെന്ന് ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടുത്തെ ടെക്സ്റ്റിൽ പ്രതിപാദിക്കുന്ന മോഡലുകൾ എന്ന് പറയുന്നത് പോപ്പുലർ മോഡലും ഹാർവാർഡ് മോഡലും ഗസ്റ്റ് മോഡലും വാർവിക് മോഡലും ആണ് നമ്മുടെ ടെസ്റ്റിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ പെടാത്തത് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ 4 മോഡലുകൾ ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് പോപ്പുലർ മോഡലാണ്. ഇതാണ് അതിൽ പറയുന്നത്. The 4 functions are selection, appraisal, development and rewards. These 4 constituent components of HRM and are expected to contribute to organization effectiveness. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ അത് ഫലപ്രാപ്തിയിൽ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും HRM അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് ഫലപ്രാപ്തിയിൽ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും 4 കാര്യങ്ങൾ അല്ലെ 4 കമ്പോണൻസ് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണം. നേരത്തെ കൂട്ടി അത് ആലോചിച്ച് കൊണ്ടുപോകണമെന്നാ പറയുന്നത്. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സെലക്ഷൻ, സെക്കൻഡ് വൺ അപ്രൈസല്, തേർഡ് വൺ ഡെവലപ്മെന്റ് ആൻഡ് ഫോർത്ത് വൺ റിവാർഡ്സ്. ഓക്കെ, ആ 4 ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും അല്ലെ. ഒരു ജോലി അല്ലെ, ഏതൊരു വെക്കന്റ് ആയിട്ടുള്ള ഏതൊരു ജോലിയാണെങ്കിലും ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തുമ്പോൾ നല്ല രീതിയിൽ ആപ്ലിക്കേഷൻസ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ എന്താണ്, റിക്രൂട്ട്മെന്റ് എന്നൊക്കെ ധാരാളം അല്ലെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് അതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന്
തീർച്ചയായിട്ടും ഈ പേഴ്സൺസിന് ഒരുപാട് പേഴ്സൺസിൽ നിന്നും നല്ല രീതിയിൽ ഉള്ള പേഴ്സൺ അല്ലെ, നല്ല ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുക അല്ലെ, അതാണ് സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഞാനിങ്ങനെ സെലക്ട് ചെയ്ത പേഴ്സണെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തു. ഓക്കെ, നമ്മൾ എന്നിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തതിന് ശേഷം എന്താണ് ആ പേഴ്സൺസ് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും അവർക്ക് കുറച്ച് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാം അല്ലെ, സാലറി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കാം അല്ലെ. ഇൻ കേസ് ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും സാലറി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ട്രാവൽ അലവൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇൻ കേസ് നല്ല രീതിയിൽ മൂവ് ചെയ്യൽ അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കുക, അങ്ങനെ പല രീതിയിലും അവരെ അല്ലെ പുകഴ്ത്തിക്കൊണ്ട് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. ഇൻ കേസ് അവർക്ക് മതിയായ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലൊക്കെ ഇച്ചിരി കൂടി അല്ലെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ രണ്ടാഴ്ചത്തെ ക്ലാസ്സോ അല്ലെ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കുക. അവരുടെ ആ ഒരു കഴിവില് കുറച്ചും കൂടി ഒരു അല്ലെ ഒരു ഡെവലപ്മെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. then അതനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരെന്താണ് അല്ലെ ഒന്നും കൂടി എന്താണ് അവർക്ക് റിവാർഡുകളൊക്കെ കൊടുത്ത് പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് അവരൊന്നും കൂടി അല്ലെ അവിടെ ഓക്കെ അവരെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, ഓക്കെ എന്നെ ഇത്രയും വലിയ കാര്യമായിട്ട് അവര് അല്ലെ ഇത് ചെയ്യുന്ന റിവാർഡൊക്കെ തന്നാണ് സ്വീകരിച്ചേക്കുന്നത്, നമുക്ക് നല്ല കറകള കസേരയ്ക്ക് വേണ്ടി തന്നേക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ആ ഒരു സ്ഥാപനത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് തോന്നും അല്ലെ, ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് തോന്നും. അങ്ങനെ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്തിൽ വരുന്നത് ഫോർമൽ മോഡലില് എടുത്ത് പറയുന്നത്. ഫോർ ഫങ്ഷൻസ് ആർ സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. These four constituent components of HRM and are expected to contribute to organization effectiveness. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷന് നല്ല ഫലപ്രാപ്തിയിലേക്ക് ആ ഹ്യൂമൻ റിസോഴ്സസ് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ഫോർമൽ മോഡലിൽ പറയണേന്ന്? ഓക്കെയാണോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ് ഓക്കെയാണോ? അപ്പോ നോക്കാം എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആ ഒരു രീതിയിലുള്ള കമ്പോണൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫോർമൽ മോഡലിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് നോട്ട് ചെയ്യുക. സെലക്ഷനും അപ്രൈസലും ഡെവലപ്മെന്റും റിവാർഡ്സ് ആണ്, ആ കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവിടെ പ്രാവർത്തികമാക്കുന്നത്. അത് ഓക്കെ ആണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് നല്ല ഫലപ്രാപ്തിയുള്ള അല്ലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോവാം. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്. കുറച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒക്കെ ബ്രീഫ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓരോ അല്ലെ കോമേറ്റ് ഓരോ സംഭവങ്ങൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, എല്ലാം തന്നെ നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. വിവിധ ചാപ്റ്ററുകളിൽ ആണെന്ന് മാത്രം ജസ്റ്റ് ഇത് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ വെച്ചും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ട വരും. ഓക്കെ, ഇതെല്ലാം ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ വിവിധ ചാപ്റ്ററുകളിൽ പഠിക്കുന്നു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാകാത്ത ഏതെങ്കിലും ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും ടേംസിനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഡൗട്ട് ഒന്നുമില്ല. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഹാർവാർഡ് മോഡലാണ്. Okay, one of the most significant and most influential model of HRM, the Harvard model, was initially developed by several experts led by Michael Beer in 1984 at Harvard University. Okay, just നിങ്ങൾ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേ. അതായത് ഇയർ 1984 ആരാണ് ഏത് എക്സ്പേർട്സിന്റെ ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അല്ലെ? മിഖായൽ ബിയർ. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഹവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ മോഡലിന്റെ പേരാണ് ഹവാർഡ് മോഡൽ അല്ലെ? ഇത്രയും കാര്യം നോട്ട് ചെയ്തോ? ആ യൂണിവേഴ്സിറ്റിയും ആ ഇയറും ആ ലീഡർ അല്ലെ മിഖായൽ ബിയറിന്റെ പേര് കൂടി നോട്ട് ചെയ്യുക. അത് മോസ്റ്റ് ഇൻഫ്ലുവന്റൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് മറ്റുള്ള മോഡലിനേക്കാൾ അപേക്ഷിച്ച് കൂടി അല്ലെ ഇൻഫ്ലുവന്റൽ പ്രചോദിതമാകുന്ന ഒരു മോഡലാണ്. നമുക്ക് നോക്കാം. ഇനീഷ്യലി ഡെവലപ്പ് പറഞ്ഞു സെവറൽ എക്സ്പേർട്സ് ഉണ്ട്. ലീഡർ എന്ന് പറയുന്നത് മിഖായൽ ബിയർ ആണ്. 1984 അത് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഹാർവാർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് അല്ല, ഇവിടെ ഒരു 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, HRM policies, HRM outcomes, and long-term consequences the organization is set out into accomplishment. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക അല്ലെ? എല്ലാവർക്കും അത് തന്നെയാണ്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം അല്ലെ? ആ ഒരു എയിം ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു കമ്പോണൻസ് അത് ഒന്നിച്ചിരിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഫസ്റ്റ് വൺ പറയുന്നത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ? അതായത് നമുക്കറിയാം പലതരത്തിലുള്ള ഫാക്ടറുകളുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളുണ്ട്. ഏതൊരു സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം അതിൽ പലതരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അല്ലെ? തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അതിന് പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പല തന്ത്രങ്ങളൊക്കെ അതൊക്കെ ഡിസിഷൻ അല്ലെ തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു സർവീസ് ആണെങ്കിലും നമ്മളത് സർവീസ് ഓറിയന്റഡ് ആക്കി എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കറിയാം അത് വിപണനം ചെയ്യണം അല്ലെ? പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ചുകൊണ്ട് അത് ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സർവീസ് ആണെങ്കിലും അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലെ? പബ്ലിക്കിന്റെ ഇടയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എയിം അല്ലെ? അപ്പൊ അവിടെ ആ മാർക്കറ്റ് അത് സ്വീകാര്യമാക്കണം. അത് സർവീസ് ആണെങ്കിലും നല്ല സർവീസ് ആണെന്നുള്ള ഒരു മൈൻഡിലേക്ക് അവിടെ പബ്ലിക് ജനങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് ജനങ്ങൾ തയ്യാറാവണം. എങ്കിൽ മാത്രമാണ് ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സർവീസ് അവർ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ശരിയല്ലേ? ആണോ? അങ്ങനെയല്ലേ? നമ്മൾ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാനല്ല, അത് വിപണനം ചെയ്യും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളാണ്. ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതില് അല്ലെ എത്തിക്കുന്നത്, അത് നിർമ്മിക്കുന്നത്. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്, അതായത് അത് വിപണനം ചെയ്യേണ്ടതുണ്ട് അല്ലെ? അപ്പൊ സിറ്റുവേഷണൽ ഫാക്ടേഴ്സുകൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടതാണ്. അതേമാതിരി തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് മറ്റൊരു കാര്യം പറയുന്നത് അവിടെ ഹ്യൂമൻ ബീയിങ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് അറിയാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ് ഒരുപാട് ഹ്യൂമൻ ബീയിങ് ഉണ്ട്. അതായത് എംപ്ലോയർ ഉണ്ട്, ഉടമയുണ്ട്, തൊഴിലാളികളുണ്ട്. ഈ തൊഴിലാളികൾക്ക് അല്ലെ ഒരു ബലം കിട്ടുക എന്നുള്ള രീതിയിൽ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അതേമാതിരി തന്നെ തൊഴിലുടമയ്ക്ക് ബലം കിട്ടുന്ന രീതിയിൽ അവിടെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളതാണ് അല്ലെ? ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളും ഉണ്ട്. തൊഴിലുടമയെ സപ്പോർട്ട് ചെയ്യുന്നത് മാനേജ്മെന്റും തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂണിയനുകളുമായിരിക്കും അല്ലേ? ആണോ? ഏതൊരു സ്ഥാപനത്തിലും മാനേജ്മെന്റ് ഓക്കെ. അപ്പൊ നമുക്കറിയാം എല്ലാ സ്ഥാപനത്തിലും ഈ യൂണിയനുകളൊക്കെ ചിലപ്പോൾ സ്ഥാപിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ കൂടി മിക്കവാറും തൊഴിലാളികളുടെ ക്ഷേമങ്ങളൊക്കെ നേടിയിരിക്കുന്നത് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ അവരെ എല്ലാം പെടുത്തുന്നത്. ഓക്കെ, തൊഴിലുടമകളുണ്ട്, തൊഴിലാളികളുണ്ട്, പിന്നെ അതേമാതിരി തന്നെ മാനേജ്മെന്റ് ഉണ്ട്, യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ട് അല്ലെ?
അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, അത്തരത്തിലുള്ള പേഴ്സൺസ്, അവരുടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഹവാർഡ് മോഡലില് സിറ്റുവേഷൻസിലായിട്ടുള്ള ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു സാധനം ഉത്പാദിപ്പിച്ചാൽ മാത്രം പോലെ അത് വിപണനം ചെയ്യണം. ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഡിസിഷൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളൊരു സർവീസ് ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പറഞ്ഞ തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും യൂണിയന്റെയും മാനേജ്മെന്റിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അവിടെ ആവശ്യമാണ്. അവരുടെ ഇൻഡസ്ട്രികൾ പ്രാധാന്യമുള്ള കാര്യമാണ്. HRM പോളിസീസ്, ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല നല്ല നിയമങ്ങൾ വേണം അല്ലെ. നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ നല്ലൊരു അല്ലെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ HRM ഔട്ട്കംസ് അല്ലെ. അവിടെ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഈ വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് നോളജ് ഒക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പകർന്നു കൊടുത്താൽ മാത്രമാണ് നല്ല ബെറ്റർ ഔട്ട്കംസ് അവർ കാഴ്ചവെക്കുന്നത്. അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന് അത്യാവശ്യം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവും കൂടി അവർക്ക് പകർന്നു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അവർ നല്ല റിസൾട്ട് കാഴ്ചവെക്കുക. സോ അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, ദീർഘാധിഷ്ഠിതമായിട്ടുള്ള ആ ബന്ധങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള റിസൾട്ട് അക്കോംപ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഇവിടെ 5 കമ്പോണൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് സിറ്റുവേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം, അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് നോക്കണം, HRM പോളിസികൾ നല്ല രീതിയിലുള്ളതായിരിക്കണം, HRM ഔട്ട്കംസ് അല്ലെ എന്തെങ്കിലും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസ് അല്ലെ നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ. ഇവയെല്ലാം ഫൈനലി നമുക്കറിയാം ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസ് വന്നാലും അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു കഴിവും കൂടിയും ഇതിനുണ്ടാവും അല്ലെ. അതാണ് പ്രധാനമായിട്ടും പറയുന്നത് ലോങ് ടേം കോൺസിക്വൻസ്. എന്തെങ്കിലും ഫ്യൂച്ചറിൽ അല്ലെ നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതൊക്കെ ഓക്കെ ആക്കിയിട്ടായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വരുന്നത്, വെല്ലുവിളികൾ വരുന്നത്. അതിനെ നമ്മൾ ഫേസ് ചെയ്യണം അല്ലെ. അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷൻ അതിന്റെ ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? അവാർഡ് മോഡല് ഇച്ചിരി കടുപ്പമാണ് അല്ലെ, ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൈകാട്ടൊന്നും പഠിക്കില്ല കേട്ടോ, പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഒന്നും കൂടി നോക്കാം കേട്ടോ. നമ്മള് 4 കമ്പോണൻസ് ആണ് ഹോംവർക്ക് മോഡലിൽ പറയുന്നത് അല്ലെ. അതുമാതിരി തന്നെ ഹവാർഡ് മോഡലിലും അവര് വികസിപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, 4 കമ്പോണൻസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നാണ് അവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. എന്താണ് അവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ തന്ത്രപരമായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ സിറ്റുവേഷൻ ഫാക്ടേഴ്സിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. നമ്മളിങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിലൊക്കെ അത് വിപണനം ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമെന്നുള്ളത്. ഗവൺമെന്റ് എന്തെങ്കിലും മാറ്റും പോളിസികളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അല്ലെ. വെറുതെ കുറെ തീരുമാനങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ ഗവൺമെന്റിന്റെ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ നേരിടേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ആക്ടുകൾക്കൊക്കെ നമ്മൾ അല്ലെ അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സിന് യൂണിയനുകൾ അല്ലെങ്കിൽ തൊഴിലുടമയുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നിർവഹിക്കാനുള്ള മാനേജ്മെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർക്കെല്ലാം ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പോളിസികൾ നമ്മൾ നയങ്ങളൊക്കെ എടുക്കുമ്പോൾ ആർക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഈ പറഞ്ഞ മാതിരി അവിടെയുള്ള തൊഴിലാളികൾക്കെല്ലാം ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും മാത്രമാണ് എടുത്തു പോകാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്.
പുതിയ വെല്ലുവിളികളൊക്കെ വരികയാണെങ്കിൽ അല്ലെ, ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസുകൾ, എന്തെങ്കിലും ചലഞ്ചസ് വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനും കൂടി തന്ത്രപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും കൂടിയുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയറായോ? യാണോ? ഓക്കെ, നിങ്ങൾ ഇതിലെ കമ്പോണൻസുകളുടെ പേരുകൾ പഠിച്ചു വെക്കാം. ഇതൊന്നും എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കും, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെ. ഇത് പേരുകളൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇതില് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ആണുള്ളത്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? എംപ്ലോയർ, എംപ്ലോയി, എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള യൂണിയൻ നേതാക്കള്, അതേമാതിരി തന്നെ എംപ്ലോയറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ്. ഓക്കെ, ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിയും കൂടി നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, സമൂഹത്തിനെയും കൂടി ഉൾപ്പെടുത്താം. ഇതെല്ലാമാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് അല്ല ഉണ്ടാവുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെയുള്ള ജീവനക്കാരും ഒപ്പം കമ്മ്യൂണിറ്റിനെയും കൂടി സംതൃപ്തിപ്പെടുത്തണം അല്ലെ, കസ്റ്റമേഴ്സിനെയും കൂടി സംതൃപ്തിപ്പെടുത്തണം. അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? തൊഴിലുടമ. നമുക്കറിയാം, ഡയറക്ഷൻ ഒക്കെ പറഞ്ഞുകൊണ്ട് മേൽപ്പത്തത്തിൽ ഇരിക്കുകയുള്ളൂ അല്ലെ, അതൊക്കെ നടപ്പാക്കുന്ന മാനേജ്മെന്റ് ആയിരിക്കും അല്ലേ. അതേമാതിരി തന്നെ തൊഴിലാളികള് സമരം ചെയ്യാനൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് അവർ ബാർഗെയിൻ ചെയ്യാനൊന്നും പോകില്ല. എന്താണ് യൂണിയനെയും കൂടി കൂട്ടുപിടിച്ചിട്ടായിരിക്കും അല്ലെ, രാഷ്ട്രീയ സ്വാധീനത്തോടുകൂടിയൊക്കെ ആയിരിക്കും അവര് എന്താണ് തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിലപേശി അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ഒരു കമ്പനിയിൽ ഇത്രയും പേരൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേരോടൊപ്പം തന്നെയാണ്, അതായത് അവിടെയുള്ള തൊഴിലുടമയും തൊഴിലാളികളും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന മാനേജ്മെന്റും യൂണിയനുകളും ഒപ്പം എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെ, അവിടെ കമ്മ്യൂണിറ്റിയോടും കൂടി അവർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. ഏതെങ്കിലും കൂട്ടരെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി പിടിച്ചേക്കാൻ പറ്റില്ല. എംപ്ലോയറിനെ തൃപ്തിപ്പെടുത്താതെ നമുക്കറിയാം ആ ഒരു സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എംപ്ലോയർ ഇറക്കുന്ന മൂലധനത്തിനനുസരിച്ചിട്ടായുള്ള റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ എംപ്ലോയർക്കും അത് സാറ്റിസ്ഫൈഡ് അല്ല. കമ്മ്യൂണിറ്റി അല്ലെ, സൊസൈറ്റി അതിനെ അംഗീകരിച്ചില്ലെങ്കിലും നമുക്കറിയാം അതിനെ നിലനിൽപ്പില്ല. സോ ഇവരെല്ലാവരുടെയും ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, അപ്പോ അത്രയും അല്ലെ, അതില് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 5 കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓരോ വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വായിക്കാണ്ട് നിങ്ങൾ പഠിക്കേണ്ടതുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോകാനാണ് ഞാൻ അത് വിവരിച്ച് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക ഈ മോഡലില്. അപ്പൊ ഇവരെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ടോ, ഇൻട്രൊഡക്ഷന്റെ 1-2 പേജ് ആ ഒരു മോഡലൊക്കെ കഴിയുമ്പോഴേക്കും സിമ്പിൾ ആയിട്ട് വരും. ഇത് മോഡൽ ആയതുകൊണ്ട്, അതായത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് എല്ലാം കൂടി ജസ്റ്റ് അതാണ് കോമയിട്ട് വലിയ 3-4 പേജുകളാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാടുണ്ട്. റിക്രൂട്ട്മെന്റ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരുപാടുണ്ട്. പക്ഷെ ഇതില് ജസ്റ്റ് ഒരു കോമന്റ് അപ്പൊ പക്ഷെ വൈകിട്ടായിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല, കാരണം ഒത്തിരി നമ്മുടെ ടൈം വേസ്റ്റ് ആവും. പക്ഷെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ പഠിച്ചു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി പോവുക എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ മോഡലിന്റെ 2 മോഡലാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ഓക്കെ, എവിടെയെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ഒക്കെ അല്ലേ? അല്ലേ, ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ 2 മോഡലിലെയും 4 കമ്പോണൻസ് ഉള്ളതും 5 കമ്പോണൻസ് ഉള്ളതും നിങ്ങൾ മസ്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാം. പിന്നെ മോഡലിന്റെ പേര് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം അല്ലെ. പെടാത്ത മോഡലിനൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മോഡൽ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം.
Okay. കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് പേഴ്സണൽ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് HR മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അവിടെ തൊഴിലുടമയുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള പെർഫോമൻസ് അല്ലെ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് അവിടെ ആവശ്യമാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. അവിടെ നല്ല രീതിയിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ അല്ലെ. HRM എന്ന് പറയുന്നത് മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയീസ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലാളികളെ കൊണ്ട് മാക്സിമം പെർഫോം ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ, അവിടെ തൊഴിലുടമ എടുത്തിരിക്കുന്ന തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്തൊക്കെ പെടുന്നുണ്ട് നമുക്കറിയാം. ഡെഫിനിഷനിൽ തന്നെ നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് HRM എന്ന് പറയുന്ന മാനേജ്മെന്റ് കൺസെപ്റ്റിൽ. ഇതാണ് ഇന്ന് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒരു ഫസ്റ്റ് പേജ് എടുത്തിട്ടുള്ളൂ. അടുത്ത നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ കവർ ചെയ്ത് പോകാൻ പറ്റും. കാരണം ഇത്രയും അല്ലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടല്ല, അത്യാവശ്യം നിങ്ങൾക്ക് വിവരിച്ച് പോകാൻ പറ്റുന്ന ടേംസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്നെടുത്തത് ഓക്കെ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തില്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതിന്റെ മോക്ക് ടെസ്റ്റ് മിക്കവാറും നാളെ ആയിരിക്കും നിങ്ങൾക്ക് എത്തുക. ഉണ്ടാവും, എന്തായാലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്? ാണ് ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.